നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലെസൺ എന്ന് പറയുകയാണെങ്കിൽ ക്ലാസ് 7th ഫൈബർ ടു ഫാബ്രിക് എന്ന് പറയുന്ന ലെസൺ ആണ്. അപ്പോൾ 6th പഠിച്ചതിൻ്റെ സെയിം കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ലെസണിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഓരോ ആനിമൽസിൻ്റെയും ഇതിനെ പറ്റിയിട്ടാണ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഫാബ്രിക്സ്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് വൂൾ. ഓക്കെ, വൂളിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. The wool is obtained mainly from animals like sheep, yak and goat. Sheep, yak, goat എന്നൊക്കെയാണ് നമുക്ക് മെയിൻലി wool obtain ചെയ്യുന്നത്. അത് എവിടെ നിന്നാണ് obtain ചെയ്യുന്നത്? Which is acquired from the fleece of or hair. രോമം അല്ലെങ്കിൽ മുടിയിൽ നിന്നാണ് നമുക്ക് wool obtain ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, the production of wool ഫ്രം ഷീപ്പ്. എങ്ങനെയാണ് നമുക്ക് വൂള് ഷീപ്പിൽ നിന്ന് ഉണ്ടാകുന്നതെന്നാണ്. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് കിട്ടും ഷീപ്പിൽ നിന്ന്. ദാറ്റ് ഈസ് റഫ് ബിയർഡ് ഹെയറും അതുപോലെ തന്നെ സോഫ്റ്റ് അണ്ടർ ഹെയറും. സോഫ്റ്റ് അണ്ടർ ഹെയർ ആണ് നമ്മൾ കൂടുതലായിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസിനൊക്കെ യൂസ് ചെയ്യുന്നത്. ദ വൂൾ ഈസ് മെയ്ഡ് ഫ്രം ദ സോഫ്റ്റ് ഹെയർ ഓഫ് ദ ഷീപ്പ് ബിക്കോസ് ഇറ്റ് ഹാസ് ഫൈൻ ക്വാളിറ്റി. നല്ല ക്വാളിറ്റി ഉള്ള വൂളാണ് നമുക്ക് ഏതിൽ നിന്ന് കിട്ടുന്നത്? സോഫ്റ്റ് സിൽക്കിൽ നിന്ന്, സോഫ്റ്റ് വൂളിൽ നിന്ന് കിട്ടുന്നത്. സോഫ്റ്റ് വൂളിൽ നിന്ന് കിട്ടുന്നത്. ഇനി the selective breeding sometimes sheep are selected to gain out the breed that has fine soft quality of hair, has no hard hair. This process is called selective breeding. സെലക്ട് ചെയ്തിട്ട് ഷീപ്സിനെ സെലക്ട് ചെയ്യും വിച്ച് ഹാസ് ദ ഫൈൻ സോഫ്റ്റ് ഹെയർ ഉള്ളതിന് സെലക്ട് ചെയ്ത് അവരെ മാത്രം ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതാണ് സെലക്റ്റീവ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ദ ഷീപ്സ് ആർ ജനറലി ഫെഡ് വിത്ത് ഗ്രാസ്, കോമൺ ലീവ്സ്, പൾസസ്, ഓയിൽ കേക്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ്. ഓയിൽ കേക്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്മ എണ്ണയൊക്കെ ആട്ടിയിട്ട് കിട്ടുന്ന ഒരു സംഭവമുണ്ട്, അതിനെയാണ് ഓയിൽ കേക്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഡ്രൈ ഫോഡർ, ഇതൊക്കെയാണ് ഷീപ്പ് കഴിക്കുന്ന ഫുഡ്. ഷീപ്പ് ആർ റിയർഡ് ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നമുക്ക് ഷീപ്പ് റിയറിംഗ് ഉണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ, രാജസ്ഥാൻ, അരുണാചൽ പ്രദേശ്, ഗുജറാത്തിൽ, ഇവിടെ എല്ലായിടത്തും നമുക്ക് ഷീപ്പ് റിയറിംഗ് കാണാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇതൊക്കെയാണ് നമുക്ക് വൂള് ഒബ്റ്റെയിൻ ചെയ്യുന്ന ആനിമൽസ്. യാക്ക് ഉണ്ട്, ക്യാമൽ ഉണ്ട്, ഗോട്ട്, ഷീപ്പ്, അൽപാക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷീപ്സ് ഫൗണ്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കാണുന്ന പല ടൈപ്സ് ഓഫ് ഷീപ്സ് ഏതൊക്കെയെന്നാണ്. ഫസ്റ്റ് വൺ, ലോഹിയാണ് നല്ല ഗുഡ് ക്വാളിറ്റി വൂള് തരുന്നത്. രാജസ്ഥാൻ, പഞ്ചാബിലൊക്കെയാണ് അത് ഫൗണ്ട് ചെയ്യുന്നത്. രാംപൂർ ബുഷയർ, ദാറ്റ് ഈസ് ബ്രൗൺ ഫ്ലീസ്, ബ്രൗൺ കളറിലുള്ള രോമമാണ് പൊതുവെ ഇത് തരുന്നത്. ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്. അടുത്തത് നാലി, കാർപ്പറ്റിനായിട്ട് യൂസ് ചെയ്യുന്നത്. മീൻസ് അത്യാവശ്യം ഹാർഡായിട്ടുള്ള ബ്രീഡായിരിക്കും. കാർപ്പറ്റിൻ്റെ ഒക്കെ വൂള് അത്യാവശ്യം നല്ല ടഫ് ഹാർഡായിരിക്കും. രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്. ബഖർവൽ, that is for woolen shawls നൊക്കെ വേണ്ടിയിട്ട്. that is found in Jammu and Kashmir. Marwari means coarse wool, that is in Gujarat. Pattanwadi for hosiery, that is in Gujarat. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല ടൈപ്പ് ഓഫ് വൂളാണ് യൂസ് ചെയ്യുന്നത്. സെയിം ടൈപ്പ് ഓഫ് വൂളല്ല എല്ലാ ആവശ്യങ്ങൾക്കുമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെയിം ഏരിയയിൽ തന്നെയല്ല നമുക്ക് ഈ എല്ലാ ടൈപ്പ് ഓഫ് വൂളുകളും അവൈലബിൾ ആകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ദ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് വൂൾ ഫ്രം ഹെയർ ഫൈബർ ഓഫ് ആനിമൽ. എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രോസസ്സിന്റെ പേരാണ് ഷിയറിംഗ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഷിയറിംഗ്. ഷിയറിംഗ് എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവിങ് fleece of the sheep.
ഷീപ്പിന്റെ ഫ്ലീസ് റിമൂവ് ചെയ്യുക എലോങ് വിത്ത് എ തിൻ ലെയർ ഓഫ് സ്കിൻ, ഒരു ഇത്തിരി സ്കിന്നും കൂടെ. ഷിയറിംഗ് ഈസ് കണ്ടക്റ്റഡ് ജനറലി ഇൻ ഹോട്ട് വെദർ സോ ദാറ്റ് ദ ഷീപ്പ് ഡു നോട്ട് ഫീൽ കോൾഡ് ആൻഡ് ക്യാൻ സർവൈവ് ഈസിലി. നമുക്ക് ഷീപ്പിനൊക്കെ മെയിൻലി ഹെയർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അവർക്ക് തണുപ്പ് സമയങ്ങളിൽ വാമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ shearing process does not hurt the sheep because the upper skin is normally dead skin. ഓക്കെ, അവർക്ക് ഈ സ്കിൻ റിമൂവ് ചെയ്യുമ്പോൾ വേദനിക്കില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ അപ്പർ സ്കിന്ന് ഡെഡ് സ്കിൻ ആയിരിക്കും, മീൻസ് ലിവിങ് സ്കിൻ അല്ലായിരിക്കും, ഡെഡ് സ്കിൻ ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് വേദനിക്കത്തില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് scouring. It is a process of removing the dirt and grease from the and dust from the hair. ഈ ഹെയറിൽ നിന്നൊക്കെ ഡേർട്ടും ഡസ്റ്റും ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്കൗറിങ്. ഇറ്റ് ഈസ് ജനറലി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ്. ഇപ്പോൾ മെഷീൻസ് ആണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അടുത്തത് സോർട്ടിങ്. സോർട്ടിങ് എന്താണ്? ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ഹെയർ ഓഫ് ദ ഷീപ്പ് അക്കോർഡിംഗ് ടു ദെയർ ടെക്സ്ചർ. ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ തൊട്ട് നോക്കി എങ്ങനെയാണ്, സോഫ്റ്റ് ആണ്, ഹാർഡ് ആണ്, അങ്ങനത്തെ ടെക്സ്ചേഴ്സ് നോക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് സോർട്ടിങ്. അടുത്തത് റിമൂവിങ് ബർസ്. ബർസ് എന്ന് പറഞ്ഞാൽ ബർസ് ഓർ സ്മോൾ ഫൈബേഴ്സ്, ചെറിയ ചെറിയ നാരുകളൊക്കെ ഉണ്ടാവും. ആ നാരുകൾ ഓൺ ദ ഹെയർ ഈസ് പിക്ഡ് ഔട്ട്, പറിച്ചു നീക്കും. ആൻഡ് ദ ഹെയർ ഈസ് ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ്. സോ ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് വൂൾ ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഫൈബേഴ്സ്. അതിനുശേഷം നമുക്ക് കിട്ടുന്ന വൂൾ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം? ഫൈബേഴ്സ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റെപ്പ് 5, കളറിംഗ് ഓഫ് വൂൾ ഫൈബർ. ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് ഇതിനെ ഡൈ ചെയ്ത് എടുക്കാൻ സാധിക്കും. അടുത്തത് റോളിംഗ് ഓഫ് വൂൾ. റോളിംഗ് ഓഫ് വൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈബേഴ്സ്. ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ 6th പഠിച്ചതാണ് എങ്ങനെയാണ് ഫൈബേഴ്സും ഫാബ്രിക്കും ഇരിക്കുന്നതെന്ന്. ഒരു ഫൈബർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നാരായിരിക്കും. ഓക്കെ, ഫൈബർ ഇത് ഫൈബേഴ്സ് ചേർന്നിട്ട് എന്തുണ്ടാവും? ഒരു യാണുണ്ടാവും, തുണിയുടെ ഒരു നൂല് പോലെ ഉണ്ടാവും അല്ലേ? അതിനുശേഷം നമ്മൾ നെയ്ത് ഒരു തുണി ഉണ്ടാക്കിയെടുത്ത് മാറ്റും അല്ലേ? ഇത് ഫൈബർ, യാണ്, ഇതാണ് ഫാബ്രിക്. ഓക്കെ, അപ്പോൾ ഈ ഫൈബേഴ്സ്, ഈ നൂലുകൾ ചുറ്റി റോൾ ചെയ്ത് എടുക്കും. അതാണ് ആ പ്രോസസ്സ്. ഓക്കെ, റോളിംഗ് ഓഫ് വൂൾ. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ കാണാം പ്രോസസ്സുകൾ. ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്? ഷീപ്പിനെ ഷിയർ ചെയ്തെടുക്കുന്നു, ഫ്ലീസ് റിമൂവ് ചെയ്തെടുക്കുന്നു. അടുത്തത് മില്ലിലോട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു? സോർട്ട് ചെയ്തിട്ട് ഡേർട്ടുകൾ ഒക്കെ റിമൂവ് ചെയ്ത് കളയുന്നു. കണ്ടോ? അതിനുശേഷം അതെന്ത് ചെയ്യുന്നു? ട്വിസ്റ്റ് ചെയ്യുന്നു, ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നു. പിന്നെ അതിനുശേഷം അത് യാണാക്കി മാറ്റുന്നു, ഒരു നൂലിൻ്റെ കെട്ടാക്കി മാറ്റിയിട്ട് നമുക്ക് അവൈലബിൾ ആക്കും. കണ്ടോ? ഇതുപോലെ യാണാക്കി മാറ്റും. ഇനി ഓക്യുപ്പേഷണൽ ഹസാർഡ്. ഓക്യുപ്പേഷണൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ ഈ പണികൾ ചെയ്യുന്ന ആളുകൾക്ക് ഫേസ് ചെയ്യുന്ന സം ഡിസീസസ് ഓർ സം പ്രോബ്ലംസ്. ഓക്കെ, workers have to face the risk of getting diseases sometimes. Mainly ഒരു ഡിസീസാണ് സോർട്ടേഴ്സ് ഡിസീസ്, which is occupational disease associated with the production of wool. സോർട്ടേഴ്സ് ഡിസീസ് ഇതിൻ്റെ പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസീസാണ്. ദ പീപ്പിൾ ഹു സോർട്ട് ദ വൂൾ ക്യാൻ ഗെറ്റ് ഇൻഫെക്റ്റഡ് ബൈ ദ ബാക്ടീരിയ. ഒരു ബാക്ടീരിയൽ എഫക്റ്റ് ആണ്, called anthrax. The bacterium affect the blood of the person, which can lead to fatal death. Okay, ആൻഡ്രാക്സ് ബാക്ടീരിയൽ ഡിസീസ് ആണ്. അപ്പോൾ അത് നമ്മുടെ ബോഡിയുടെ ബ്ലഡിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈവൻ ഡെത്ത് വരെ സംഭവിക്കാം. ഓക്കെ, ഇനി സിൽക്ക് എവിടെ നിന്നാണ് ഒപ്റ്റെയിൻ ചെയ്യുന്നത്? സിൽക്ക് ഈസ് ഒപ്റ്റെയിൻ ഫ്രം ദ സിൽക്ക് വാം. സിൽക്ക് വാമിൽ നിന്നാണ് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. ആ പ്രോസസ്സിന്റെ പേരാണ് സെറികൾച്ചർ. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പഠിച്ചോളണേ. ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാം. സെറികൾച്ചർ ഈസ് ദ ബ്രീഡിംഗ് ഓഫ് ആൻഡ് റൈസിംഗ് ഓഫ് സിൽക്ക് വാം ഇൻ ഓർഡർ ടു ഒപ്റ്റെയിൻ സിൽക്ക് ഫ്രം ദം. അപ്പൊ സിൽക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് സെറികൾച്ചർ. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിൽക്ക് വാംസ് ആൻഡ് സിൽക്ക്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതി, ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല. ഓക്കെ,
ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ, ഇത്രയും ടഫ് ആയിട്ടുള്ള 1 മാർക്ക് ഒന്നും ചോദിക്കില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ലൈഫ് സൈക്കിൾ ഓഫ് എ സിൽക്ക് മോത്ത് കാണാം. എങ്ങനെയാണ്? ഫസ്റ്റ് ഒരു ഫീമെയിൽ മോത്ത് ലേ മെനി എഗ്സ്, ഒരു എഗ്ഗുകൾ ലേ ചെയ്യും അല്ലെ. ഈ ലേ ചെയ്ത എഗ്ഗ് എന്ത് സംഭവിക്കും? കുറെ ദിവസം കഴിയുമ്പോൾ അത് ലാർവയായിട്ട് മാറും. എവിടെയാണ് ഇത് ഫീഡ് ചെയ്യുന്നത്? മെയിൻലി മൾബറി ലീഫ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് മൾബറി ലീഫ്. ഓക്കെ, മൾബറി ലീഫിന്റെ കാര്യം സ്പെഷ്യലി ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ് മൾബറി ലീഫിന്റെ കാര്യം. അബൌട്ട് 3 to 4 weeks ഈച്ച് ഓഫ് ദ സ്പിൻസ് എ കൊക്കൂൺ ഇറ്റ്സ് അറൌണ്ട് ഇറ്റ് സെൽഫ്. ഓക്കെ, ഇതുപോലെ ലാർവ പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾ ഈ ഡയഗ്രാം പോലെ വരച്ചു വെക്കുകയാണെങ്കിൽ നല്ല എളുപ്പമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. കാറ്റർപില്ലർ ചേഞ്ചസ് ഇൻ ടു പ്യൂപ്പ. അതിനുശേഷം ഈ കാറ്റർപില്ലർ എന്തായിട്ട് മാറ്റും? ഇൻടു എ പ്യൂപ്പ ഇൻസൈഡ് ദ കൊക്കൂൺ. ഓക്കെ, ഒരു പ്യൂപ്പ ഉണ്ടാവും ഈ കൊക്കോണിന്റെ ഉള്ളിൽ. അതിനുശേഷം അതൊരു അഡൽട്ട് മോത്ത്, സിൽക്ക് മോത്ത് ആയിട്ട്, അഡൽട്ട് ബട്ടർഫ്ലൈ ആയിട്ട് മാറും. ഓക്കെ, ഇനി when the egg of the silk moth have larva, wait a minute. Okay, when the egg of the silk moth have larva are produced and called caterpillar or silkworm. ഈ ലാർവ ഉണ്ടാവുന്ന ആ ഒരു പ്രൊഡക്ഷൻ ടൈമിലാണ് അതിനെ സിൽക്ക് വർം അല്ലെങ്കിൽ കാറ്റർപില്ലർ എന്ന് വിളിക്കുന്നത്. അടുത്ത സ്റ്റേജ് ആണ് പ്യൂപ്പ എന്ന് പറയുന്ന സ്റ്റേജ്. It enters into the stage of caterpillar, weave the neck and can into hole. The caterpillar then swing its head into the shape of 8. As it swing its head, the fiber is secreted. അത് അതിൻ്റെ ഹെഡ് സ്വിങ് ചെയ്യുമ്പോഴാണ് ഈ ഫൈബർ സെക്രീറ്റ് ചെയ്യുന്നത്. മീൻസ് അവർ സിൽക്ക് ഇസ് സെക്രീറ്റഡ്. The fiber is made up of protein and it come in contact with air and it hardens and forms the silk fiber. ഇത് പുറത്ത് അത് എന്ത് വെച്ചാണ് ഉണ്ടാകുന്നത്? സിൽക്ക് പ്രോട്ടീൻ വെച്ചിട്ടാണ്. അത് എയർ ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ സിൽക്ക് ഫൈബർ ആയിട്ട് മാറും. The caterpillar cover itself into silk and turn into pupa. ഇതെന്തായിട്ട് മാറും? പ്യൂപ്പ ആയിട്ട് മാറും. The covering of the caterpillar is called cocoon. ആ കവറിങ്ങിനെയാണ് cocoon എന്ന് വിളിക്കുന്നത്. The caterpillar turns into silk moth inside the covering. അതിൻ്റെ ഉള്ളിൽ ഇരുന്നാണ് caterpillar silk moth ആയിട്ട് മാറുന്നത്. The silk threads or the silk yarn is obtained from cocoon. ഓക്കെ, ഏതിനാണ് കിട്ടുന്നത്? cocoon. The different type of silk is obtained from different type of silk moth. Mulberry silk moth is the most common kind. ഏറ്റവും കൂടുതൽ ഷൈനിങ് ഉള്ളത് ആ ടൈപ്പ് ഓഫ് സിൽക്ക് മോത്തിനാണ്. ഇനി അതിൻ്റെ ഒരു പ്രോസസ്സാണ് കൊക്കൂൺ, ലാർവ, അത് കഴിഞ്ഞ് ഫീമെയിൽ സിൽക്ക് മോത്ത് മൾബറി ട്രീയിൽ ലീഫിൻ്റെ ഉള്ളിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, റിയറിങ് ഓഫ് സിൽക്ക് farmers buy the egg of silk moth and raise them. ഓക്കെ, അവരെന്ത് ചെയ്യും? ഈ എഗ്സ് വാങ്ങിച്ചിട്ടാണ് അവർ റൈസ് ചെയ്യുന്നത്. ദീസ് എഗ്സ് ആർ ജനറലി ലാർജ് നമ്പർ ഇൻ എ സിംഗിൾ സിൽക്ക് മോത്ത് ലേ 100 എഗ്സ്. ഒരെണ്ണത്തിൽ നിന്ന് തന്നെ ധാരാളം hundreds of eggs കിട്ടും. ദീസ് എഗ്സ് ആർ സ്റ്റോർഡ് ഇൻ ആൻ എൻവയോൺമെന്റൽ ദാറ്റ് ഹാസ് അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി. അതൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും ഹ്യൂമിഡിറ്റിയിലും അതിന് സ്റ്റോർ ചെയ്യും. ഇൻ ഓർഡർ ടു ഹാച്ച് ദ ലാർവ ഔട്ട് ദ എഗ്സ് ആർ ഹീറ്റഡ്. ഹാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, വിരിയാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും. ദേ ആർ കെപ്റ്റ് ഇൻ ടു ബാംബു ട്രീസ്. അതിനെ ബാംബു ട്രീസിലാണ് വെക്കുന്നത്. ദ പ്രോസസ് ഈസ് കണ്ടക്റ്റഡ് ജനറലി ഇൻ ഫ്രഷ് ലീവ്സ് അപ്പിയർ ഇൻ ദ മൾബറി ട്രീ. ഇത് എവിടെയാണ് ചെയ്യുന്നത്? മൾബറി ട്രീസിൻ്റെ ഇതിൽ. കാറ്റർപില്ലർ ഫീഡ്സ് അറൌണ്ട് 25 to 30 ഡേയ്സിൽ ഫീഡ് ചെയ്യും. ആൻഡ് ദെൻ മൂവ് ഇൻ ടു ദ ചേമ്പേഴ്സ് ആൻഡ് ട്രേ. എന്നിട്ട് ആ ട്രേയിൽ ചെന്നിട്ട് കൊക്കൂൺസ് ബിൽഡ് ചെയ്യും. ദീസ് കൊക്കൂൺസ് spun get attached to the rock. Next one, processing of silk. Firstly, the cocoons are cured. They are kept under the sun or boiled so that the silk fiber can separate out from. അപ്പം എന്ത് ചെയ്യും? ആദ്യം ചെയ്യുന്നത് സണ്ണിൻ്റെ അണ്ടറിൽ വെക്കും. ഓക്കെ, then the reeling of silk takes place. അതിന് ശേഷം റീൽ ചെയ്ത് തുടങ്ങും. The process which the cocoon threads are processed into are used as silk. ആ കൊക്കോൺ ത്രെഡ്സിനെയാണ് നമ്മൾ സിൽക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദ സിൽക്ക് ഫൈബർ ദസ് ഒബ്റ്റെയിൻഡ് ആർ ഡ്രോൺ ആൻഡ് റോൾഡ് ഇൻ ടു ത്രെഡ്സ്. അതിന് കിട്ടിയിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും? ഡ്രോൺ ചെയ്ത് റോൾ ചെയ്തിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ലെസണിൽ പഠിക്കാൻ. അത്യാവശ്യം എളുപ്പമാണ്. വൂളിനെയും പറ്റിയും സിൽക്കിനെ പറ്റിയും അതിൻ്റെ രണ്ടിൻ്റെയും പ്രോസസ്സ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.